Hi future doctors, welcome back to Xylem Learning. അപ്പോൾ നമ്മുടെ OG സീരീസിൽ നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ചാപ്റ്റർ ആണ്. സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ ചാപ്റ്റർ, ഈസി ആണ്, നമുക്ക് അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. സോ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് വാട്ട് ഇസ് എ സെൽ. സെൽ എന്ന് പറയുന്നത് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്. എല്ലാ ലിവിംഗ് ഓർഗാൻസും ഉണ്ടായിരിക്കുന്ന സെല്ലുകളാണ്. സോ ഇറ്റ് ഇസ് ദ ഫണ്ടമെന്റൽ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. സിംഗിൾ സെല്ലിന് ഉണ്ടായിരിക്കുന്ന ഓർഗാൻസിനെ നമ്മൾ യൂണിസെല്ലാർ എന്ന് പറയും. കുറേ സെൽസ് ഉള്ള ഓർഗാൻസിനെ നമ്മൾ മൾട്ടി സെല്ലാർ ഓർഗാൻസ് എന്ന് പറയും. പിന്നെ നമ്മൾ പോകുന്ന ഡിസ്കവറി ഓഫ് ദ സെല്ലിലേക്കാണ്. ഫസ്റ്റ് തന്നെ നമ്മുടെ കോർക്ക് സെൽസിൽ ഡെഡ് സെൽസിനെ ഒബ്സർവ് ചെയ്തത്, ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് റോബർട്ട് ഹൂക്ക് ആയിരുന്നു ഇൻ ദ ഇയർ 1665. ആൻഡ് ലിവിംഗ് സെല്ലിനെ, അതായത് വാട്ടർ സാമ്പിൾസിലും ബ്ലഡ് സാമ്പിൾസിലും പ്ലാന്റ് സാമ്പിളും ഒക്കെ മൈക്രോസ്കോപ്പിന്റെ യൂസോടെ ലിവിംഗ് സെൽസിനെ ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത് ആന്റണി വാൻ ലിവൻ ഹൂക്ക് ആണ് ഇൻ ദ ഇയർ 1674. ആൻഡ് ന്യൂക്ലിയസിനെ ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത് റോബർട്ട് ബ്രൗൺ ആണ്. അപ്പം അതാണ് നമ്മൾ ഡിസ്കവറിനെ കുറിച്ച് പഠിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് സെൽ തിയറിയിലേക്കാണ്. അപ്പോൾ സെൽസിനെ കുറിച്ചും സെൽസിന്റെ ഒറിജിനെ കുറിച്ചും ഫംഗ്ഷനെ കുറിച്ചും ഒക്കെ നമുക്ക് ഐഡിയ തന്ന തിയറി ആയിരുന്നു സെൽ തിയറി. ഫസ്റ്റ് പഠിച്ചത് മാത്തിയാസ് ഷ്ലീഡൻ ആണ്. മാത്തിയാസ് ഷ്ലീഡൻ ഇൻ ദ ഇയർ 1838 studied the plants and told that plants in pala parts, it is made up of different types of cells. Pinne Theodore Schwann in the year 1839 both animal cells name plant cells name പഠിച്ചു. animal cells ന്റെ ചുറ്റും ഒരു മെംബ്രെയിൻ ഉണ്ട്, പ്ലാന്റ് സെൽസിന് ഒരു അഡീഷണൽ വാൾ ഉണ്ട്, സെൽ വാൾ ഉണ്ടെന്ന് തിയഡോർ ഷ്വാൻ പറഞ്ഞു. അങ്ങനെയാണ് സെൽ തിയറി അവർ പുട്ട് ഫോർത്ത് ചെയ്തത്. ഓൾ ലിവിംഗ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് ദ പ്രോഡക്ട്സ് ഓഫ് സെൽസ്. പിന്നീട് ഇൻ ദ ഇയർ 1855 റുഡോൾഫ് വിർക്കോ വന്നിട്ട് ആ തിയറി ഒന്ന് മോഡിഫൈ ചെയ്തു. ആൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ഓംനി സെല്ലുലെ എ സെല്ലുലെ, അതായത് ന്യൂ സെൽസ് കം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഒരു പാരന്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ട് ഡോട്ടർ സെൽസ് ആവുമ്പോഴാണ് പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്നത്. അങ്ങനെ അതിനെ ഒരു മോഡേൺ സെൽ തിയറി എന്ന് പറഞ്ഞ് ഈ രണ്ട് പോസ്റ്റ്ലൻസ് നമുക്ക് സെൽ തിയറിയുടെ രണ്ട് പോസ്റ്റ്ലൻസ് അവർ പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ പോകുന്നത് ടൈപ്സ് ഓഫ് സെൽസിലേക്കാണ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്. മെയിനായിട്ട് നമ്മൾ സെൽസിനെ ക്ലാസിഫൈ ചെയ്യുക പ്രോ കാരിയോട്ടിക് ആൻഡ് യു കാരിയോട്ടിക് സെൽ. പ്രോ കാരിയോട്ടിക് സെല്ലിന് ഒരു ട്രൂ ന്യൂക്ലിയസ് ഇല്ല, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഇല്ല, വെരി പ്രിമിറ്റീവ് സെല്ലാണ്. എല്ലാ ബാക്ടീരിയയും പ്രോ കാരിയോട്സ് ആണ്. കിങ്ഡം മൊണേറയിലെ മെമ്പേഴ്സ് എല്ലാവരും പ്രോ കാരിയോട്ടിക് ആണ്. നൗ ഗോയിങ് ടു യു കാരിയോട്ടിക് സെൽസ്. അവർക്ക് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ട്, ട്രൂ ന്യൂക്ലിയസ് ഉണ്ട്, അതായത് ന്യൂക്ലിയസിന് ചുറ്റും ന്യൂക്ലിയർ മെംബ്രെയിൻ, അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയോലസ്, ന്യൂക്ലിയോപ്ലാസം അങ്ങനെയെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നു. ആൻഡ് ദർ ഈസ് കമ്പാർട്ട്മെന്റലൈസേഷൻ ഇൻ ദ സെൽ. അപ്പം സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ ഓർഗനൽസിന് ചുറ്റും മെംബ്രെയിൻ ഒക്കെ ഉള്ളത് കൊണ്ട് പ്രോപ്പർ ഡിവിഷൻ നമുക്ക് കാണാൻ പറ്റും. പിന്നെ സെൻട്രോസോം എന്ന് പറയുന്ന ഒരു ഓർഗനൽ ഉണ്ട് യു കാരിയോട്ടിക് സെല്ലിൽ. അത് ആണ് അവരിലാകെയുള്ള ഒരു നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ. മെയിനായിട്ട് കാണുന്നത് ആനിമൽ സെല്ലിലാണ്. നൗ കമ്മിങ് ടു ദ ഷേപ്പ് ഓഫ് സെൽസ്, നമ്മൾ നമ്മുടെ RBCs റെഡ് ബ്ലഡ് സെൽസ് നോക്കുകയാണെങ്കിൽ മക്കളെ റൗണ്ട് ആൻഡ് ബൈകോൺകേവ് ഷേപ്പാണ്. WBCs ഒരു അമീബോയിഡ് ഷേപ്പാണ്, പല ഷേപ്പ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ എപ്പിത്തീലിയൽ സെൽസ് അല്ലെ, കോളംനാർ എപ്പിത്തീലിയൽ സെൽസ് ലോങ് ആൻഡ് നാരോ ആണ്. ന്യൂറോൺ ഒരു സ്പെസിഫിക് ഷേപ്പാണ്, ന്യൂറോൺ ആണ് ലോങ്കസ്റ്റ് സെൽ എന്ന് പറയുന്നത്. ആൻഡ് RBC നല്ല സൈസ് ഉള്ള സെല്ലാണ്, അപ് ടു 7 µm ഡയമീറ്റർ സൈസ് ഉണ്ട്. പിന്നെ പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ മീസോഫിൽ സെൽസ്, ട്രക്കിഡ്സ് ഒക്കെ സ്പെസിഫിക് ഡിഫറെൻറ്റ് ഷേപ്പിലും സൈസിലും അപ്പിയർ ചെയ്യുന്ന സെൽസ് ആണ്. നൗ സ്മോളസ്റ്റ് സെൽ എന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മയാണ്. ഇറ്റ്സ് എ മെമ്പർ ഓഫ് കിങ്ഡം മൊനേറ. 0.3 µm ഒക്കെയാണ് സൈസ്. ബാക്ടീരിയയുടെ സൈസ് 3 to 5, ടിപ്പിക്കൽ ബാക്ടീരിയൽ സെല്ലിന്റെ സൈസ് 3 to 5 µm വരെ ആവാം. ലാർജസ്റ്റ് സെല്ല് ഓസ്ട്രിച്ചസിന്റെ എഗ് ആണ്. നൗ നമ്മൾ പോകുന്നത് പ്രോ കാരിയോട്ടിക് സെല്ലിലേക്കാണ്. പ്രോ കാരിയോട്ടിക് സെല്ലിന്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് നമ്മളൊന്ന് നോക്കുകയാണ്. ഫസ്റ്റ് പാർട്ടിനെയാണ് സെൽ എൻവലോപ്പ് എന്ന് പറയുന്നത്. സെൽ എൻവലോപ്പ് എന്ന് പറയുന്നത് സെല്ലിനെ കവർ ചെയ്യുന്ന പാർട്ടാണ്. അതിനെ മൂന്നായിട്ടാണ് തിരിക്കുന്നത്, അതായത് ഗ്ലൈക്കോകാലിക്സ്, സെൽ വാൾ ആൻഡ് ദ സെൽ മെംബ്രെയിൻ. ഇതാണ് നമ്മുടെ സെൽ എൻവലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഗ്ലൈക്കോകാലിക്സിനെ നമ്മൾ അഗെയിൻ ഒരു സ്മൂത്ത് ആൻഡ് സ്ലൈമി ലെയർ ഉണ്ട്. വെൻ ഇറ്റ് ഈസ് ഇൻ വാട്ടർ ആൻഡ് എവറിത്തിങ്, അതിനുള്ള എൻവോൺമെന്റ്സിൽ അതൊരു സ്മൂത്ത് ആൻഡ് സ്ലൈമി ലെയർ ആയിട്ടാണ് ഗ്ലൈക്കോകാലിക്സ് ഉണ്ടാവുക. ആൻഡ് അല്ലാത്ത സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അതൊരു തിക്ക് ആൻഡ് ടഫ് ലെയർ, അൺഫേവറബിൾ കണ്ടീഷൻസിൽ തിക്ക് ആൻഡ് ടഫ് ലെയർ ആയിട്ടിരിക്കും. പിന്നെ സെൽ വാൾ എന്ന് പറയുന്നത് സെല്ലിന് ഷേപ്പും റിജിഡിറ്റിയും അതേപോലെ ഇവരെ ഫംഗ്ഷൻ ചെയ്യാൻ എക്സ്റ്റേണൽ ഷോക്കിൽ നിന്നൊക്കെ ഇവരെ സേവ് ചെയ്യുന്ന സ്ട്രക്ചറാണ്. ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഇറ്റ് ഈസ് ഇറ്റ് ഈസ് സെലക്റ്റീവ്ലി പെർമിയബിൾ, അതായത് സെല്ലിന്റെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എന്ത് പോകുന്നു, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്ത് പോകുന്നു ഡിസൈഡ് ചെയ്യുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അതിനൊരു സ്പെസിഫിക് സ്ട്രക്ചർ ഉണ്ട്. ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സെൽ എൻവലോപ്പ്. നൗ ഗോയിങ് ടു ദ മീസോസോം. ഇവർക്ക് പ്രത്യേകിച്ച് ഓർഗനൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവരുടെ സെൽ മെംബ്രെയിൻ തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഫോം ചെയ്തിരിക്കുന്ന സ്ട്രക്ചറാണ്. അപ്പോൾ അത് വെസിക്കിൾസ്, ട്യൂബ്യൂൾസ് ആൻഡ് ലാമെല്ലേ ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ മീസോസോംസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സൈറ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ, റെപ്ലിക്കേഷൻ ഓഫ് DNA ആൻഡ് ഓൾസോ സെക്രീഷൻസ്. അപ്പം ഇതൊക്കെ ഫോം ചെയ്യുന്നത് ഈ മീസോസോംസിൻ്റെ ഉള്ളിലാണ്. അപ്പം ഒരുപാട് ഓർഗനൽസിൻ്റെ ഫംഗ്ഷൻ ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. നൗ ഗോയിങ് ടു ദ ഇൻക്ലൂഷൻ ബോഡീസ് ഇവരിലുള്ള സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഫോസ്ഫേ ഗ്രാന്യൂൾസ്, സൈനോഫൈൽ
ഫൈസിൻ ഗ്രാന്യൂൾസ് ഉണ്ട്, ഗ്ലൈക്കോജൻ ഗ്രാന്യൂൾസ് ആയിട്ടൊക്കെ ഇവർ ഉണ്ടാകും. അപ്പോൾ ഇതിനൊന്നിനെ ചുറ്റിനും മെംബ്രെയിൻ ഇല്ല കേട്ടോ. പിന്നെ ചില ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയിലൊക്കെ ഗ്യാസ് വാക്യൂൾസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ആൻഡ് ഓൾസോ സൈനോബാക്ടീരിയ, ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ഓൾസോ ഹാവ് ക്രോമാറ്റോഫോർസ് ആണ് ഇവർ ഫോട്ടോസിന്തസിന് ആവശ്യമുള്ള പിഗ്മെന്റ്സ് ക്യാരി ചെയ്യുന്നത്. അതുകൂടാതെ ഇവർക്ക് റൈബോസോംസ് ഉണ്ട്. റൈബോസോംസ് ആർ ദ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് അല്ലെ, പ്രോട്ടീൻ സിന്തസിന് ഹെൽപ്പ് ചെയ്യുന്നത് ഇവരാണ്. സോ ഇവരുടെ ഉള്ളത് 70S ടൈപ്പ് ഓഫ് റൈബോസോം ആണ്. അതിന് 2 സബ് യൂണിറ്റ്സ് ആണ് ഉള്ളത്, 50Sഉം 30Sഉം. നൗ ഗോയിങ് ടു ദ ജനറ്റിക് മെറ്റീരിയൽ. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ ഇസ് ന്യൂക്ലിയോയിഡ്. ഇറ്റ് ഇസ് ഫ്രീലി ഫ്ലോട്ടിംഗ് ഇൻ ദ സൈറ്റോപ്ലാസം. അതുകൂടാതെ ഇവർക്ക് എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ട്. അതാണ് പ്ലാസ്മിഡ് DNA. പ്ലാസ്മിഡ് DNA പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് capable of autonomous replication. Now we are going to the motility structures. ബാക്ടീരിയനെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഫ്ലജല്ല, പിന്നെ പൈലൈ, ഫിംബ്രിയയ്ക്കൊക്കെ ഇതിൽ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഫ്ലജല്ല 3 പാർട്ടാണ്, ബേസൽ ബോഡി, ഹൂക്ക്, ഫിലമെന്റ് അങ്ങനെയുള്ളത്. ബാക്ടീരിയയ്ക്ക് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ചില ബാക്ടീരിയയ്ക്ക് ഒരു ഫ്ലജല്ല ഉണ്ടാകും, ഒന്നിൽ കൂടുതലുള്ളവരുണ്ട്. പിന്നെ പൈലൈ ഇവരെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് DNA എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് കോൺജുഗേഷൻ ബ്രിഡ്ജ് ഫോം ചെയ്യും. അപ്പം അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ്. അതിനെ നമ്മൾ സെക്സ് പൈലൈ, എഫ് പൈലൈ എന്ന് പറയും. ട്യൂബുലാർ ആയിട്ടുള്ള പ്രൊജക്ഷൻസ് ആണ്. ദെൻ കമ്മിങ് ടു ഫിംബ്രിയെ. ഫിംബ്രിയ എന്ന് പറയുന്ന സ്മോൾ ബ്രിസ്റ്റിൽ ലൈക്ക് പ്രൊജക്ഷൻസ്, നാര് പോലെ പുറത്തേക്ക് നിൽക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഫിംബ്രിയ ഇവരെ ഈ വെള്ളത്തിലും ഇതിലൊക്കെയുള്ള റോക്സിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബാക്ടീരിയൽ. പിന്നെ നമുക്കറിയാം ഇവിടെ സൈറ്റോപ്ലാസം ഒരു സെമി ഫ്ലൂയിഡ് മെട്രിക്സ് ആണ്. അതിലാണ് ഈ കോമ്പണൻസ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോകാരിയോട്ടിക് സെൽ. നൗ യൂകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത് നമുക്കറിയാം മച്ച് ഡെവലപ്ഡ് സെല്ലാണ്. അപ്പോൾ അതിനെ നമുക്കറിയാം പ്ലാന്റ് സെല്ലും ഉണ്ട്, ആനിമൽ സെല്ലുണ്ട്. പ്ലാന്റ് സെല്ലിനാണെങ്കിൽ അവർക്ക് അഡീഷണൽ ആയിട്ട് സെൽ വാൾ ഉണ്ട്. പിന്നെ അവർക്ക് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, because they carry out photosynthesis, and 90% of a plants will be occupied by vacuole, large centrally placed vacuole ഇവർക്കുണ്ട്. ആനിമൽ സെല്ലിനാണെങ്കിൽ they don't have a cell wall, it's absent. പിന്നെ അവർക്ക് അഡീഷണൽ ആയിട്ട് സെൻട്രിയോൾസ് ഉണ്ട്, അത് അവരുടെ ഒരു പെക്യുലിയർ ഫീച്ചർ ആണ് അല്ലേ. നൗ വി ലുക്ക് അറ്റ് ദ ഓർഗനൽസ് ഓഫ് യൂകാരിയോട്ടിക് സെൽ. ഞാൻ പറഞ്ഞു ഇവിടെ എക്സ്റ്റെൻസീവ് കമ്പാർട്ട്മെന്റലൈസേഷൻ ഉള്ള ഒരു സെല്ലാണ് ഒരു യൂകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. സോ ദേ ഹാവ് എൻ ഇലോബറേറ്റ് സെൽ മെംബ്രെയിൻ എന്ന് പറയുമ്പം ഇറ്റ്സ് എ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ്. അപ്പോൾ സിഞ്ചർ ആൻഡ് നിക്കോൾസൺ നമുക്ക് തന്നിരിക്കുന്ന മോഡലിനെയാണ് നമ്മൾ, ഈ ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിന്റെ മോഡലിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ഓഫ് ദ സെൽ മെംബ്രെയിൻ. എന്താണ് ക്വാസി ഫ്ലൂയിഡ് നേച്ചർ? നമുക്ക് കാണാൻ പറ്റും ഇതൊരു ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഫോസ്ഫേറ്റ് ഹെഡും ലിപ്പിഡ് ടെയിലും. അപ്പോൾ എല്ലാ പാർട്ടിക്കിൾസിനും ഒന്നും ഈ മെംബ്രെയിനിൽ കൂടി അതുകൊണ്ട് കയറി പോകാൻ പറ്റില്ല. സോ ബിക്കോസ് പോളാർ ഹെഡും നോൺ പോളാർ ടെയിൽ ആയതുകൊണ്ട് ഈ മെംബ്രെയിനിൽ പ്രോട്ടീൻസ് ഉണ്ട്. അതായത് ഇന്റഗ്രൽ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് പ്രോട്ടീൻ ഉണ്ട്, പെരിഫറിയിൽ അറ്റാച്ച് ചെയ്യുന്ന പെരിഫറൽ പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇന്റഗ്രൽ പ്രോട്ടീൻസിലൂടെയാണ് പുറത്തുനിന്ന് ഉള്ളിലേക്കും ഉള്ളിൽ നിന്ന് പുറത്തേക്കും പല മോളിക്യൂൾസും ട്രാവൽ ചെയ്യുന്നത്. അതുകൂടാതെ ഈ മെംബ്രെയിനിൽ ഷുഗേഴ്സും കൊളസ്ട്രോളും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് ഈ മെംബ്രെയിനിലൂടെ ഈ മോളിക്യൂൾസിന്, അതായത് ഈ പ്രോട്ടീൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും, അത് ഒരു സ്ഥലത്ത് സ്റ്റക്ക് അല്ല. സോ അതിനെയാണ് നമ്മൾ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെൽ മെംബ്രെയിൻ്റെ കാര്യം. പിന്നെ ഇവർക്കൊരു കെമിക്കലി കോംപ്ലക്സ് ആയിട്ടുള്ള സെൽ എൻവലോപ്പ് തന്നെയാണ്, ഇവരെ പോലെ തന്നെ സെൽ എൻവലോപ്പ് അല്ല, സെൽ വാൾ കേട്ടോ. സെൽ വാൾ കോംപ്ലക്സ് ആയിട്ടുള്ളത് തന്നെയാണ്. സെൽ വാളിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം സെൽ വാൾ പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചറാണ്. സെല്ലിന് ഷേപ്പ്, റിജിഡിറ്റി, എക്സ്റ്റേണൽ ഇതിൽ നിന്നുമുള്ള ഷോക്കിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ സെൽ വാൾ ഇറ്റ്സ് എ കെമിക്കലി കോംപ്ലക്സ് സെൽ വാൾ. ഇറ്റ് ഇസ് ഈ സെൽ വാൾ ഒരുപാട് ഡെപ്പോസിഷൻസ് ഉണ്ട്. ഇപ്പോൾ ആൽഗയിലൊക്കെ ആണെങ്കിൽ സെൽ വാൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഗാലക്ടൻസ്, മാനൻസ് അങ്ങനെയുള്ള കെമിക്കൽസ് ഒക്കെ കൊണ്ടാണുള്ളത്. പ്ലാന്റ്സിലാണെങ്കിൽ സെല്ലുലോസ്, സെമി സെല്ലുലോസ്, പെക്റ്റിൻ ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് സെൽ വാളിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്പേസിനെയാണ് നമ്മൾ മിഡിൽ ലാമെല്ല എന്ന് പറയുന്നത്. മിഡിൽ ലാമെല്ലയുടെ ട്രാൻസ്വേഴ്സ് ഫംഗ്ഷനാണ് പ്ലാസ്മോഡെസ്മേറ്റയ്ക്ക് ഉള്ളത്. അതായത് പ്ലാസ്മോഡെസ്മേറ്റ രണ്ട് സെല്ലുകളിലെ സൈറ്റോപ്ലാസ്റ്റിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറാണ്. പിന്നെ നമുക്കറിയാം പ്രൈമറി സെൽ വാൾ ഉണ്ട്, സെക്കൻഡറി സെൽ വാൾ ഉണ്ട്. ആൻഡ് ഓൾസോ എന്താ പറയുക, ദേ ഡിഫർ ഇൻ ഫംഗ്ഷൻ. ഫസ്റ്റ് ഫോം വാളാണ് പ്രൈമറി വാൾ, പിന്നീട് ഫോം ചെയ്യുന്ന വാളാണ് സെക്കൻഡറി വാൾ. അപ്പോൾ അതാണ് സെൽ വാളിനെ കുറിച്ച്. പിന്നെ വി മൂവ് ടു ദ എൻഡോമെംബ്രെയിൻ സിസ്റ്റം. അത് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം, ബിക്കോസ് ഇറ്റ് എൻഷുവേഴ്സ് എ കമ്പാർട്ട്മെന്റലൈസേഷൻ ഓഫ് ദ ഇൻസൈഡ് ദ സെൽ. അപ്പോൾ നമുക്കറിയാം എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ ഇതിന് ചില ഓർഗനൽസ് ഇൻവോൾവ് ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾഗി ബോഡീസ്, ലൈസോസോംസ് ആൻഡ് വാക്യൂൾസ്. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ന്യൂക്ലിയസ് ആയിട്ട് അറ്റാച്ച് ഇരിക്കുന്ന ഓർഗനാണ്. എന്തുകൊണ്ടാണ് ഇവരെ എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്? വിത്തിൻ ദ സെൽ നമ്പർ ഓഫ് മെംബ്രെയിനിയസ് സ്ട്രക്ചേഴ്സ് അല്ലേ, അവരെല്ലാവരും മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് എല്ലാവരും അസോസിയേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ഫംഗ്ഷൻ ചെയ്യുകയാണ്. അപ്പോൾ അവർ ഒരുമിച്ച് ഫംഗ്ഷൻ ചെയ്യുന്നത് കൊണ്ടാണ് അവരെ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഇസ് കണ്ടിന്യൂസ് വിത്ത് ദ ന്യൂക്ലിയസ്. അപ്പോൾ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ട്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലറിന്റെ മുകളിൽ റൈബോസോംസ് എംബെഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അവർ എന്താ പ്രോട്ടീൻ സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ മുകളിൽ റൈബോസോംസ് ഇല്ല. സോ ദേ ഹെൽപ്പ് ഇൻ ദ സിന്തസിസ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് സ്റ്റെറോയിഡൽ ഹോർമോൺസ് ഇൻ ആനിമൽ സെൽസ്. പിന്നുള്ളതാണ് ഗോൾഗി ബോഡീസ്. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം വഴി റിലീസ് ചെയ്യപ്പെടുന്ന പ്രോട്ടീൻസിനെയും അതേപോലെ ലിപ്പിഡ്സിനെയും ഒക്കെ ഗ്ലൈക്കോ പ്രോട്ടീൻസും ഗ്ലൈക്കോ ലിപ്പിഡ്സും ആക്കി പാക്ക് ചെയ്യുന്നത് ഗോൾഗി ബോഡിയുടെ ഫംഗ്ഷനാണ്. ആൻഡ് ഓൾസോ അവർക്ക് എന്താ പറയുക കോൺസെൻട്രിക്കലി അറേഞ്ച്ഡ് ആയിട്ടുള്ള സിസ്റ്ററിനെ ഉണ്ട്. അപ്പോൾ അവർക്കൊരു സിസ് ഫേസും ട്രാൻസ് ഫേസും ഉണ്ട്. ആൻഡ് ഓൾസോ സെക്രീറ്ററി വെസിക്കിൾസിനെയൊക്കെ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇവരാണ്. പിന്നെ ഹൈഡ്രോലൈറ്റിക് എൻസൈംസിനെയൊക്കെ ഇവർ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ലൈസോസോംസ് ആർ സൂയിസൈഡൽ ബാഗ്സ് ഓഫ് ദ സെൽ. ഈ ഗോൾഗി ബോഡിയിൽ നിന്ന് വരുന്ന ഹൈഡ്രോലൈറ്റിക് എൻസൈമിനെയൊക്കെ ക്യാരി ചെയ്യുന്നത് ലൈസോസോംസ് ആണ്. അപ്പോൾ ഇവർക്ക് ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടിയേസസ്, ലൈപ്പേസസ് അങ്ങനെ ഒരുപാട് എൻസൈംസ് ഉണ്ട്. അപ്പോൾ സെല്ലിന് തന്നെ ലൈസ് ആവണമെന്ന് തോന്നുമ്പോൾ ഇവർ ഈ എൻസൈമിനെയൊക്കെ ലൈസോസോം എന്നാണ് റിലീസ് ചെയ്യുക. നൗ കമ്മിങ് ടു വാക്യൂൾസ്. വാക്യൂൾസ് നമുക്കറിയാം പ്ലാന്റ് സെല്ലിൽ ലാർജ് സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. വാക്യൂൾ ഇസ് ലൈക്ക് ദ ഡസ്റ്റ്ബിൻ ഓഫ് ദ സെൽ അല്ലേ. വേസ്റ്റ് മെറ്റീരിയലിനെ ക്യാരി ചെയ്യുന്നത് ഈ വാക്യൂളാണ്. സാപ്പ്, വാട്ടർ, എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെയാണ് കൊണ്ടിരുന്നത്. വാക്യൂൾ ഒരു സിംഗിൾ മെംബ്രെയിൻ സ്ട്രക്ചറാണ്. വാക്യൂളിൻ്റെ ആ മെംബ്രെയിന് പറയുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ്. ഓക്കെ. ആൻഡ് ഓൾസോ ടോണോപ്ലാസ്റ്റ് ആണ് വാക്യൂളിൻ്റെ ഉള്ളിലേക്ക് എന്ത് പോകുന്നു, അതായത് സൈറ്റോപ്ലാസ്റ്റിൽ നിന്ന് വാക്യൂളിൻ്റെ ഉള്ളിലേക്ക് എന്ത് പോകുന്നു എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. നൗ കമ്മിങ് ടു മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ ഇസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ. അപ്പോൾ സെല്ലിലെ ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലേ, സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത് ഇവിടെയാണ്. ഇറ്റ്സ് എ ഡബിൾ മെംബ്രെയിനിയസ് സ്ട്രക്ചർ. സോ സോസേജ് ഷേപ്ഡ് ഓർഗനലാണ്. വെരി ലാർജ് സ്ട്രക്ചറാണ്. ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, ഇന്റർ മെംബ്രെയിൻ സ്പേസ് ഉണ്ട്. ഇന്നർ മെംബ്രെയിൻ ഇങ്ങനെ ഇൻവല്യൂഷൻസ് ഉണ്ട്. അതിനാണ് നമ്മൾ ക്രിസ്റ്റേ എന്ന് പറയുന്നത്. അത് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ ആണ്. ഇനി അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പം ഒരു മെട്രിക്സ് ഉണ്ട് അല്ലേ. നമ്മളുടെ മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സ് ഉണ്ട്. മെട്രിക്സിൽ നമുക്കറിയാം അവർക്ക് അവരുടേതായ പ്ലാസ്മിഡ് DNA ഉണ്ട്, സർക്കുലർ ഡബിൾ സ്ട്രാൻഡഡ് DNA ഉണ്ട്. അതേപോലെ അവരുടെ ഉള്ളിൽ റൈബോസോംസ് ഉണ്ട്. മൈറ്റോകോൺഡ്രിയയുടെ ഉള്ളിലുള്ളത് 70S റൈബോസോംസ് ആണ്. ആൻഡ് ഓൾസോ മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ് ഒരുപാട് എൻസൈം കോംപ്ലക്സുകൾ ഉണ്ട്, ഇൻക്ലൂഡിംഗ് ദ F0, F1 ദാറ്റ് ഈസ് ദ ATP സിന്തേസ് എൻസൈം വിച്ച് ഹെൽപ്സ് ഇൻ ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. കാരണം എയറോബിക് റെസ്പിറേഷൻ്റെ എല്ലാ പ്രോസസ്സും നടക്കുന്നത് ഈ മൈറ്റോകോൺട്രിയയിലാണ്. നൗ വി മൂവ് ഓൺ ടു ദ പ്ലാസ്റ്റിഡ്സ്. പല ടൈപ്പ് പ്ലാസ്റ്റിഡ്സ് പ്ലാന്റ്സിലുണ്ട്. ല്യൂക്കോപ്ലാസ്റ്റ്, ക്ലോമോപ്ലാസ്റ്റ് ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. ല്യൂക്കോപ്ലാസ്റ്റ് കളർലെസ് പ്ലാസ്റ്റിലാണ്. സോ അല്യൂറോപ്ലാസ്റ്റ് ആണെങ്കിൽ പ്രോട്ടീനെ സ്റ്റോർ ചെയ്യും, അമൈലോപ്ലാസ്റ്റ് ആണെങ്കിൽ കാർബോഹൈഡ്രേറ്റിനെ സ്റ്റോർ ചെയ്യും, ഈലിയോപ്ലാസ്റ്റ് ആണെങ്കിൽ ഫാറ്റ്സിനെയും ലിപ്പിഡ്സിനെയും സ്റ്റോർ ചെയ്യും. നൗ കമ്മിങ് ടു ക്രോമോപ്ലാസ്റ്റ്. അതൊരു കളേർഡ് പ്ലാസ്മിഡ് ആണ്. ദേ ക്യാരി പിഗ്മെന്റ്സ് അല്ലേ. അപ്പോൾ നമുക്കറിയാം യെല്ലോ ടു ഓറഞ്ച്, റെഡ് കളർ അങ്ങനെ കൊടുക്കുന്ന സാന്തോഫിൽ, കാരോട്ടിനോയിഡ്സിനെ ഒക്കെ ക്യാരി ചെയ്യുന്നത് ക്രോമോപ്ലാസ്റ്റ് ആണ്. നൗ ക്ലോറോപ്ലാസ്റ്റ് ക്യാരി ചെയ്യുന്നത് ഗ്രീൻ പിഗ്മെന്റിനെയാണ്. ദാറ്റ് ഈസ് ക്ലോറോഫിൽ ആൻഡ് ഇറ്റ് ഈസ് എ സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. സോ ക്ലോറോപ്ലാസ്റ്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ഓർഗനൽ ഇൻ പ്ലാന്റ്സ്. നൗ കമ്മിങ് ടു ദ സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റ് ഇസ് ഓൾസോ സെമി ഓട്ടോണോമസ് ഓർഗനൽ. ഡബിൾ മെംബ്രെയിനി സ്ട്രക്ചർ ആണ്. ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, ഇന്റർ മെംബ്രെയിൻ സ്പേസ് ഉണ്ട്. ആൻഡ് ഓൾസോ അതിനുള്ളിൽ ഒരു ഫ്ലൂയിഡ് മെട്രിക്സ് പോലെ ഉണ്ട്. അതിനെ നമ്മൾ പറയുന്നത് സ്ട്രോമ ഓർ സ്ട്രോമൽ മെട്രിക്സ് എന്നാണ്. അത് കൂടാതെ അവർക്ക് അവരുടേതായ എൻസൈംസ് ഉണ്ട്. അവർക്കും പ്ലാസ്മിഡ് DNA ഉണ്ട്, സർക്കുലർ ഡബിൾ സ്ട്രാൻഡഡ് DNA ഉണ്ട്, റൈബോസോംസ് ഉണ്ട്. റൈബോസോംസ് 70S ടൈപ്പ് ആണ്. നൗ കമ്മിങ് ടു ദ മെംബ്രെയിനി സ്ട്രക്ചർ. ക്ലോറോപ്ലാസ്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് തൈലക്കോയിഡ് മെംബ്രെയിൻ അല്ലേ. അപ്പോൾ തൈലക്കോയിഡ് മെംബ്രെയിൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇങ്ങനെ സാക്ക് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗ്രാന ഓർ ഇന്റർഗ്രാനൽ തൈലക്കോയിഡ്സ് ആൻഡ് ഫ്ലാറ്റ് മെംബ്രെയിനിയസ് ആയിട്ടുള്ള സ്ട്രോമ, ലാമെലെ. അപ്പോൾ ഗ്രാനയും ഉണ്ട്, സ്ട്രോമ, ലാമെലയും ഉണ്ട്. ഇതാണ് നമ്മളുടെ തൈലക്കോയിഡ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. നൗ വി ആർ മൂവിങ് ടു ദ സീലിയ ആൻഡ് ഫ്ലജല്ല. സീലിയ, ഫ്ലജല്ല ഇവരെ മോട്ടിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണെന്ന് നമുക്കറിയാലോ. സീലിയ സ്മോൾ സ്ട്രക്ചേഴ്സ്, ദേ വർക്ക് ലൈക്ക് ഓർസ്. അപ്പോൾ നമ്മുടെ പാരമീഷ്യത്തിനൊക്കെ ഇഷ്ടം പോലെ സീലിയ ഉണ്ട്, വെള്ളത്തിൽ കൂടെയൊക്കെ മൂവ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഫ്ലജല്ല ലോങ്കർ ആണ്. ബാക്ടീരിയയ്ക്ക് ഫ്ലജല്ല ഉണ്ട് പ്രോക്യാരിയോട്സിൽ, അതേപോലെ യൂക്യാരിയോട്സിലും അവരെ മോട്ടിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. സീലിയയുടെയും ഫ്ലജല്ലയുടെയും കോറിന് നമ്മൾ പറയുന്നത് ആക്സോണീം എന്നാണ്. എന്താ പറയുക? ആക്സോണീമിന് ഒരു സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ആണുള്ളത്. ഇതിനിങ്ങനെയാണ് ഇരിക്കുക. ഇനി നമ്മൾ പറയുന്ന പേരാണ് 9+2 അറേ അല്ലേ. എന്താ പറയുക? 9+2 അറേ എന്നാണ് പറയുന്നത്. അപ്പോൾ സെല്ലിന്റെ സൈറ്റോസ്കെൽറ്റണിൽ മൈക്രോട്യൂബ്യൂൾസും മൈക്രോഫിലമെന്റ്സ് ഉണ്ടല്ലോ. ഈ മൈക്രോട്യൂബ്യൂൾസ് ഡബിളറ്റ്സ് ഫോം ചെയ്യും. ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. 9 ഡബിളറ്റ്സ് ഇങ്ങനെ ചുറ്റിനും അറേഞ്ച് ചെയ്യും. സോ 9 + 2 പേര് സെൻട്രലി ലൊക്കേറ്റഡ് ആണ്. സെൻട്രൽ മൈക്രോട്യൂബ്യൂൾസ് ഉണ്ടാകും. അതിനാണ് നമ്മൾ 9+2 അറേ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ വെൻ യു ലുക്ക് അറ്റ് ദാറ്റ്, ഈ രണ്ട് ഡബ്ലറ്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇന്റർ ഡബ്ലറ്റ് ബ്രിഡ്ജ് ഉണ്ട്, ഒരു സെൻട്രൽ ഷീത്ത് ഉണ്ട്, റേഡിയൽ സ്പോക്സ് ഉണ്ട്. ഇതിനാണ് നമ്മൾ ആക്സോണീം അല്ലെങ്കിൽ കോർ ഓഫ് സീലിയ ആൻഡ് ഫ്ലജല്ല എന്ന് പറയുന്നത്. അപ്പം ആക്സോണീം, അതുകൊണ്ട് നമ്മൾ ഈ സീലിയയുടെ ഫ്ലജല്ലയുടെ ഒരു ക്രോസ് സെക്ഷൻ എടുത്താൽ ഇങ്ങനെയായിരിക്കും നമ്മൾക്ക് കാണാൻ പറ്റുക. നൗ കമ്മിങ് ടു ദ സെൻട്രോസോംസ് ആൻഡ് സെൻട്രിയോൾ. സെൻട്രോസോമും സെൻട്രിയോളും ആണ് ബേസ് ഓഫ്
ഈ സീലിയ ഫ്ലജല്ല ഫോം ചെയ്യുന്നത്, ബേസൽ ബോഡി ഫോം ചെയ്യുന്നത് അവരാണ്. അതേപോലെ സെൻട്രോസോമിൽ നിന്നും സെൻട്രിയോൾസിൽ നിന്നാണ് എന്ത് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത്, സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യുന്നത്. സോ ഇവരുണ്ടാകുന്നത് മൈക്രോട്യൂബ്യൂൾസ് കൊണ്ട് തന്നെ, പക്ഷേ ഇവർ ഡബിളറ്റ്സ് അല്ല ട്രിപ്ലെറ്റ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഇതിന് നമ്മൾ 9+0 അറേ എന്നാണ് പറയുക. അതായത് 9 ട്രിപ്ലെറ്റ്സ് ചുറ്റിനും, നടുവിലൊന്നുമില്ല, സെൻട്രൽ പാർട്ടിൽ നമ്മൾ ഹബ്ബ് എന്നൊക്കെയാണ് പറയുക, അവിടെ പ്രോട്ടീനേഷ്യസ് ആണ്. അപ്പോൾ ഇവർ തമ്മിൽ സൈഡിൽ കണക്ഷൻ ഉണ്ട്, റേഡിയൽ സ്പോക്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു കാർട്ട് വീൽ ലൈക്ക് സ്ട്രക്ചറാണ് സെൻട്രിയോളിൻ്റെ ഇത് ഫോം ചെയ്യുന്നത്, സെൻട്രിയോൾ ഫോം ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഇതാണ് ഫ്ലജല്ലയുടെ ബേസൽ ബോഡി ഫോം ചെയ്യുന്നത്. ആൻഡ് സെൻട്രിയോൾസും സെൻട്രോസോമും നമുക്ക് പഠിക്കാനുണ്ട്. 2 സെൻട്രിയോൾസ് ഇങ്ങനെ ഇതുപോലുള്ള 2 ട്യൂബ്സ് പെർപെൻഡിക്കുലർലി പ്ലേസ് ചെയ്യുമ്പം അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രോസോം. സോ 2 പെർപെൻഡിക്കുലർലി പ്ലേസ്ഡ് സെൻട്രിയോൾസ് ഫോം ദ സെൻട്രോസോം. സോ സെൻട്രോസോം ഇസ് ദ ഓർഗനൽ, അതിൻ്റെ കോമ്പോണൻസ് ആണ് സെൻട്രിയോൾ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. നൗ കമ്മിങ് ടു റൈബോസോംസ്. റൈബോസോംസ് നമുക്കറിയാം പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലും ഉണ്ട്. 2 പേരിലും 2 ടൈപ്പ് റൈബോസോംസ് ആണ്. ജോർജ് പാലേഡ് ആണ് ഫസ്റ്റ് ഈ റൈബോസോമിനെ ഡിസ്കവർ ചെയ്തത് ഇൻ ദ ഇയർ 1953. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് നടത്താനാണ് ഇവർ ഹെൽപ്പ് ചെയ്യുന്നത്. യൂകാരിയോട്ടിക് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലും എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലും ഒക്കെ ഉള്ളത്, റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലുള്ളത് 80S ടൈപ്പ് റൈബോസോമാണ്. അതിൻ്റെ സബ് യൂണിറ്റ് ആണ് 60Sഉം 40Sഉം. S സ്റ്റാൻഡ്സ് ഫോർ സ്വെഡ്ബർഗ് യൂണിറ്റ് അല്ലെങ്കിൽ സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ്. കാരണം റൈബോസോംസ് ഉണ്ടായിരിക്കുന്നത് RRNA ഒരു പ്രത്യേക രീതിയിൽ ഫോൾഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ന്യൂക്ലിയോലസ് ആണ് RRNA ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെയുള്ള നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ചില ഏരിയാസിനെയാണ് നമ്മൾ ഈ സ്വെഡ്ബർഗ് യൂണിറ്റ് അല്ലെങ്കിൽ സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് വൈ 60Sഉം 40Sഉം കൂടി 100S ആവാണ്ട് 80S ആവുന്നത്. ആൻഡ് പ്രോകാരിയോട്ടിക് സെല്ലിന്റെ സൈറ്റോപ്ലാസ്റ്റിൽ, ബാക്ടീരിയൽ സെല്ലിന്റെ സൈറ്റോപ്ലാസ്റ്റിൽ ഉള്ളത് 70S ടൈപ്പ് ഓഫ് റൈബോസോം ആണ്. അതേപോലെ യൂകാരിയോട്ടിക് സെല്ലിലെ മൈറ്റോകോൺട്രിയയുടെയും ക്ലോറോപ്ലാസ്റ്റിന്റെയും ഉള്ളിലും ഉള്ളത് 70S ടൈപ്പ് ഓഫ് റൈബോസോം ആണ്. അപ്പോൾ റൈബോസോംസ് 2 ടൈപ്പാണുള്ളത്, 80S ഉണ്ട്, 70S ഉണ്ട്. ഓരോന്നും എവിടെയാണ് ഉള്ളതെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Now we are moving on to the nucleus. Nucleus എന്ന് പറയുന്നത് ബ്രെയിൻ ഓഫ് ദ സെല്ലാണ്. Again, it's a double membrane structure. കാരണം it carries the genetic material. outer membrane ഉണ്ട്, inner membrane ഉണ്ട്, intermembrane space. അതിന് നമ്മൾ പറയുന്നത് പെരിന്യൂക്ലിയർ സ്പേസ് എന്നാണ്. അതിനൊരു 10 to 15 നാനോമീറ്റർ diameter ഉണ്ട്, width ഉണ്ട്. ആൻഡ് ഈ ഔട്ടർ മെംബ്രെയിൻ ഓഫ് ദ ന്യൂക്ലിയസ് ഇസ് കണ്ടിന്യൂസ് വിത്ത് ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, എസ്പെഷ്യലി റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് എന്താണുള്ളത്, ക്രൊമാറ്റിൻ മെറ്റീരിയൽ ഉണ്ട്, ത്രെഡ് ലൈക്ക് DNA. അതിൻ്റെ ഉള്ളൊരു മെട്രിക്സ് ഉണ്ട്, അതാണ് ന്യൂക്ലിയോപ്ലാസം. ആൻഡ് ഡെൻസ്ലി സ്റ്റെയിൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയോലസ് ഉണ്ട്. ന്യൂക്ലിയോലസ് ഒന്നാകാം, ഒന്നിൽ കൂടുതലാകാം. ആൻഡ് DNA പാക്ക് ചെയ്യും, സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് DNA ഹിസ്റ്റോൺ പ്രോട്ടീൻസിൻ്റെ ഹെൽപ്പോടെ പാക്ക് ആവും. അപ്പം നമ്മൾ അതിന് ക്രൊമാറ്റിൻസ് എന്നാണ് പറയുക. അപ്പോൾ ഇതാണ് ന്യൂക്ലിയസ്. മെയിൻ ഫംഗ്ഷൻ ഇറ്റ് ഈസ് വെയർ ദ DNA ജനറ്റിക് മെറ്റീരിയൽ ഇസ് പ്രസന്റ്. അപ്പോൾ എല്ലാ ജനറ്റിക് ഇൻഫർമേഷനും ക്യാരി ചെയ്യുന്നത് നമ്മുടെ ന്യൂക്ലിയസിലാണ്. കൂടാതെ സം സെൽസ് ഓൾസോ ഹാവ് DNA. അതർ ദാൻ DNA they also have RNA. പിന്നെ റൈബോസോംസിനെയൊക്കെ ഉണ്ടാക്കുന്ന RRNA ഒക്കെ ഉണ്ടാകുന്നത് ഇവിടെ നിന്നാണ്. ദെൻ കമ്മിങ് ടു ക്രോമസോംസ്, നമുക്കറിയാം 2 മീറ്റർ ലോങ് ത്രെഡ് ഓഫ് DNA അല്ലേ, ഓരോ സെല്ലുമുള്ള 2 മീറ്റർ ലോങ് DNA പാക്ക് ആവുന്നത് എന്തായിട്ടാണ്, ക്രോമസോംസ് ആയിട്ടാണ്. ക്രോമസോംസ് പറയുമ്പോൾ ഇങ്ങനെയാകാം, ദിസ് ഈസ് ക്രോമസോം വിത്ത് സിംഗിൾ ക്രോമാറ്റിഡ്. ഇങ്ങനെയാവുമ്പോൾ ക്രോമസോം വിത്ത് 2 ക്രോമാറ്റിഡ്സ്. 2 ക്രോമാറ്റിഡുകളെ ചേർത്ത് നിർത്തുന്ന പ്രൈമറി കൺസ്ട്രക്ഷനെയാണ് നമ്മൾ സെൻട്രോമിയർ എന്ന് പറയുന്നത്. സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് സെൻട്രോമിയറിന്റെ 2 സൈഡിലുമായിട്ടാണ് കൈനറ്റോകോർ പ്രോട്ടീൻ വന്നിട്ട് അറ്റാച്ച് ചെയ്യുക. ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ സെൻട്രോമിയർ നമ്മൾ ക്രോമസോംസിനെ പലതായിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്, മെറ്റാസെൻട്രിക് ക്രോമസോം, സബ് മെറ്റാസെൻട്രിക് ക്രോമസോം, ആക്രോസെൻട്രിക് ക്രോമസോം ആൻഡ് ടീലോസെൻട്രിക് ക്രോമസോം. സോ അത് കൂടാതെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഓർഗനലാണ് മൈക്രോബോഡീസ്. മൈക്രോബോഡീസ് മെംബ്രെയിൻ ബൗണ്ട് മൈന്യൂട്ട് വെസിക്കിൾസ് ആണ്. ദേ കണ്ടെയ്ൻ വേരിയസ് എൻസൈംസ് അല്ലേ, ബോത്ത് പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽസിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ എൻറ്റയർ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് ദിസ് റിവിഷൻ വാസ് ഹെൽപ്ഫുൾ ഫോർ ഓൾ ഓഫ് യു. അപ്പോൾ എല്ലാവരും ഇതേപോലെ റിവൈസ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. താങ്ക് യു.